ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതേക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അല്ല, പാർട്ടിക്ക് അന്വേഷിക്കണമല്ലോ. പാർട്ടി അന്വേഷിക്കുന്നത് ഇതിനകത്ത് എന്തെങ്കിലും തട്ടിപ്പുണ്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും മനഃപൂർവ്വം ആക്കിയിരിക്കുന്നതാണോ, എന്താണ് ഇതിൻ്റെ യഥാർത്ഥ സ്ഥിതി, എന്താണ്, ഇവർ കുറ്റക്കാരാണോ എന്ന് പാർട്ടി അന്വേഷിക്കുന്നത് ആഭ്യന്തര സംവിധാനമാണ്, ഡൊമസ്റ്റിക് ആയിട്ടുള്ള സംവിധാനമാണ്. അതും പോലീസ് അന്വേഷണത്തെ യാതൊരു തരത്തിലും ബാധിക്കുന്ന കാര്യമല്ല. ഞങ്ങൾക്ക് പരാതി തന്നിട്ടുണ്ട്. പാർട്ടിക്ക് പരാതി തന്നതിൻ്റെ പുറത്താണ് പാർട്ടി അന്വേഷിക്കുന്നത്. അല്ലല്ല, അത് പാർട്ടി കോടതി അന്വേഷിച്ച് തീരുമാനം എടുക്കുക. ഞാൻ പറയാം, അതായത് പാർട്ടി കോടതി അന്വേഷിച്ച് തീരുമാനം എടുക്കുകയല്ലല്ലോ. ഇവിടെ പാരലായിട്ട് മറ്റൊന്ന് നടക്കുന്നുണ്ടല്ലോ. പാർട്ടി അന്വേഷിക്കണ്ടേ? ഒരു പാർട്ടിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇതുപോലത്തെ ഒരു പരാതി കിട്ടിക്കഴിയുമ്പോൾ അത് ഞങ്ങൾ മടക്കി വെച്ചാൽ മതിയാണ്. ഞാനും KPCC പ്രസിഡന്റും കൂടി ആലോചിച്ചിട്ടാണ് ഞങ്ങളുടെ ഒരു കമ്മീഷനെ വെച്ച് അന്വേഷിക്കുന്നത്. ഞങ്ങൾക്കും വിവരങ്ങൾ കിട്ടണ്ടേ, യഥാർത്ഥ വിവരങ്ങൾ കിട്ടണമല്ലോ കൃത്യമായിട്ട്. അതും പോലീസ് അന്വേഷണത്തെ മറ്റെന്താ അറിയാമോ? മറ്റത് പോലീസ് അന്വേഷണം ഉണ്ടാവാറില്ല, ഇതേ നടക്കുള്ളൂ. അല്ല, നമ്മുടെ ശ്രദ്ധയിൽ ഞാൻ ഉദാഹരണം പറയാം. എൻ്റെ മുമ്പിൽ ഈ പരാതി വരുന്നതിൻ്റെ 2 ദിവസം മുമ്പാണ് എനിക്ക് തരുന്നത്. എനിക്ക് ഇദ്ദേഹത്തെ വ്യക്തിപരമായി അടുപ്പമുള്ള ഒരാളാണ്. ഞാൻ അദ്ദേഹത്തെ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്നോട് അദ്ദേഹം ഇത് പറഞ്ഞിട്ടില്ല. എനിക്കറിയില്ല. KPCC പ്രസിഡന്റ് ഇതിനെക്കുറിച്ച് അറിയില്ല. അദ്ദേഹത്തിന് അറിയില്ല, ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. നമുക്ക് ആർക്കും അറിയത്തില്ല. ഞങ്ങൾക്ക് അറിയില്ല. അറിയണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഇടപെടില്ലേ? അങ്ങനെ ഒരു ഈ കത്ത് നമുക്ക് ഇപ്പോഴല്ലേ അയക്കുന്നത്, ആളുടെ മരണശേഷമല്ലേ. അല്ലല്ല, പുള്ളി അത് വായിച്ചിട്ടുണ്ടായില്ല എന്ന് പറഞ്ഞത്. ഈ കത്ത് കിട്ടിയത് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കത്ത് തന്നത് അവർ പറഞ്ഞല്ലോ 2 ദിവസം മുമ്പാണ് തന്നത്. നമുക്കില്ലെങ്കിൽ ഞാൻ അവരെ കൊണ്ടുപോയിട്ട് അവിടെ മുറിക്കകത്തിരുത്തി അവർക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ ബെഡ്റൂമിൽ കൊണ്ട് ഇരുത്തി ഞാൻ അവരുടെ മുമ്പിൽ വെച്ച് തന്നെ വായിച്ചു നോക്കി എൻ്റെ സംശയങ്ങൾ. ഞാൻ അവർ പറഞ്ഞത് ചില ഏരിയയിൽ എനിക്ക് ക്ലാരിറ്റി വന്നില്ല. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു എന്താണ് ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവരുദ്ദേശിച്ചത് പറഞ്ഞു. അല്ലല്ല, അത് ചെയ്യണമല്ലോ. അല്ല, അത് കേസും അതും വേറെ. ഞാൻ പറഞ്ഞുതരാം. ആ കുടുംബത്തിന് ഞങ്ങളുടെ പാർട്ടി നേതാക്കൾ വഴി സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുണ്ടോ, ഈ കാരണം കൊണ്ടാണോ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ ഉണ്ടായത്? ഇങ്ങനെ ഈ പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. വ്യക്തികളാണ് ചെയ്തതെങ്കിലും പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ആളുകളാണ് ചെയ്തതെങ്കിൽ കുടുംബത്തോടൊരു ഉത്തരവാദിത്വം ഇല്ലേ? കുടുംബം കൊണ്ടുവന്ന് നമ്മുടെ കയ്യിൽ പരാതി തന്നാൽ അതുകൊണ്ടല്ലേ, അല്ലാതെ നമുക്ക് ഒതുക്കി തീർക്കാൻ പറ്റുന്ന കേസല്ലല്ലോ. ഞങ്ങൾ ഒതുക്കി തീർക്കാനല്ലല്ലോ ശ്രമിക്കുന്നത്. ഞങ്ങൾ കുടുംബത്തിൻ്റെ പരാതി, മരിച്ചുപോയ ഞങ്ങളുടെ ഒരു പാർട്ടി നേതാവിൻ്റെ കുടുംബം പാർട്ടിക്ക് പരാതി എന്നപ്പോൾ പാർട്ടിക്ക് അതെങ്ങനെ പരിഹരിക്കാൻ പറ്റും, എങ്ങനെ അത് അവരെ സഹായിക്കാൻ പറ്റും എന്നും കൂടിയുള്ള ആലോചനയാണ്. സതീശൻ പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ പ്രതികരിക്കുകയായിരുന്നു. വയനാട് DCC ട്രഷററുടെയും മകന്റെയും ആത്മഹത്യയിൽ പാർട്ടി അന്വേഷണം നടത്തുന്നത് പാർട്ടിക്ക് മുന്നിലെത്തിയ പരാതി അന്വേഷിക്കാനാണ്. എന്താണ് ഇതിൽ സംഭവിച്ചത് എന്ന് തിരിച്ചറിയാനാണ്. അത് 2 ദിവസം മുൻപ് മാത്രമാണ് ഈ പരാതി പാർട്ടിക്ക് മുന്നിലേക്ക് എത്തിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ മരണത്തിൽ ഇപ്പോൾ 4 പേരെ പ്രതി ചേർത്തിരിക്കുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റമാണ് IC ബാലകൃഷ്ണൻ MLAയ്ക്കും DCC പ്രസിഡന്റ് ND അപ്പച്ചനുമെതിരെ ചുമത്തിയിരിക്കുന്നത്. അതായത് രാഷ്ട്രീയമായി കോൺഗ്രസ് ഈ വിഷയത്തിൽ കുറച്ച് പ്രതിരോധത്തിലേക്ക് പോവുകയാണ്. വളരെ